അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് കഴിഞ്ഞു, സ്റ്റിൽ ഹാപ്പി ക്രിസ്മസ്. ഇനി അടുത്ത ന്യൂ ഇയർ വരെ എല്ലാവർക്കും ക്രിസ്മസ് തന്നെയാണല്ലോ. സ്റ്റാർട്ട് ചെയ്യാം. ബിനു ഹായ്. എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതി തന്നെയാണ്, പക്ഷെ ഞാൻ എൻ്റെ രീതിയിൽ കുക്ക് ചെയ്യുന്നു, കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ. എന്താണ് എഗ് മസാല എന്നോ എന്താണ് എഗ് വരട്ടിയതെന്നോ മുട്ട വരട്ടിയതെന്നോ അപ്പോൾ മുട്ടക്കറിയും അതിൻ്റെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ. അപ്പോൾ അപ്പത്തിൻ്റെ മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് കൂടാം കുക്കിങ്ങിന്, അവരവരുടെ വീടുകളിൽ പാചകം ചെയ്യാം. മുട്ട വേണം, സവോള, പച്ചമുളക്, പിന്നെ കുറച്ച് നമ്മുടെ മസാല ഇൻഗ്രീഡിയൻസ്. അത് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കാണാം എന്തൊക്കെയാണെന്ന്. ലാൽ തോമസ് ഹലോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആക്ച്വലി. ഡിലേ ആവും, അപ്പം ബ്രഞ്ച് എന്ന് പറയാം. അപ്പം ഞാൻ ഈ സവോളയൊന്നും ആക്ച്വലി കട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. സവോളയെ കട്ട് ചെയ്തെടുക്കട്ടെ. സവോള ഞാൻ ഇങ്ങനെയാണ് അതിൻ്റെ തോല് കളഞ്ഞു വെക്കുന്നത്. ഇങ്ങനെ കളഞ്ഞാലുള്ള ഒരു ഗുണം, അതായത് ഈ അതിൻ്റെ മൂടിൻ്റെ ഭാഗമല്ലേ, അത് കട്ട് ചെയ്ത് കളയരുത്. അത് കളയാതിരുന്നാൽ നമ്മൾ ഉള്ളി അരിയുമ്പോൾ കരിയില്ല, കണ്ണിൽ നിന്ന് വെള്ളം വരില്ല. സോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഹാഫായിട്ട് കട്ട് ചെയ്യുക. ക്യാമറാമാൻമാരെയൊന്നും കണ്ടില്ല, ആരും വന്നില്ല സഹായിക്കാൻ. അതെ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. സോ സവോള സ്ലൈസ് ചെയ്യുമ്പം നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരില്ല. വൈറ്റ് സവോള, യെല്ലോ സവോള ഒക്കെ ഉണ്ട് ഇവിടെ. പർപ്പിൾ സവോള. ഇപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാനുള്ളൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞതെന്ന് എല്ലാവരും കേട്ടല്ലോ. സവോളയുടെ തോല് പൊളിച്ച് കളയുമ്പോൾ അതിൻ്റെ ഫുൾ കളയാതെ കീപ് ദിസ് തിങ് ഹിയർ സോ ദാറ്റ് വി ഡോണ്ട് ക്രൈ വൈൽ സ്ലൈസിങ് ഓണിയൻ. ഹെലൻ ഹായ്. എൻ്റെ ഫേസ് തന്നെ കണ്ട് ബോറടിക്കണ്ടല്ലോ. നമുക്ക് ഈ സവോളയൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ ഞാൻ ഇവിടെ സവോള കട്ടിങ് ഇൻ പ്രോഗ്രസ്. സവോളയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിന് ഞാൻ പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. കാണാമോ? എൻ്റെ ക്യാമറാമാൻമാരൊന്നും ഇവിടെ ഇല്ല, ആരും എന്നെ സഹായിക്കാനില്ല. സോറി. സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കട്ടെ. പീനട്ട് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഒരു 2 ടീസ്പൂൺ പീനട്ട് ഓയിൽ. ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ കടുക് വറുക്കൽ ചടങ്ങ് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവോള ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി. സവോള ഞാനൊരു 3 വലിയ സവോളയാണ് കട്ട് ചെയ്തിരിക്കുന്നത്.
ഇതിൻ്റെ കൂടെ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. സവോള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. ഓക്കെ, സവോള ഒന്ന് റെഡിയായി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം അല്ലേ. ഇതായിട്ട് കട്ട് ചെയ്ത് ഒരു 2 ടീസ്പൂൺ പീനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഏത് ഓയിൽ വേണം യൂസ് ചെയ്യാം. പീനട്ട് ഓയിൽ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ കളറാകണം. ഇപ്പം നമുക്ക് ഞാനൊരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്ത് ഇത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. ഹാപ്പി ന്യൂ ഇയർ. മൂന്ന് വെളുത്തുള്ളി ചതച്ച് അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. റെഡിയായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അത് കുക്ക് ചെയ്യുമ്പോൾ അറിയാം റെഡിയായോ എന്ന്. അപ്പത്തിൻ്റെ മാവാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? മുട്ടയൊക്കെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഷെഫാണ്, വീട്ടിലെ ഷെഫ്. ഉള്ളി ഒന്ന് റെഡിയാകട്ടെ. അതുവരെ നമുക്ക് കുറച്ച് സമയം സംസാരിക്കാം. നമ്മുടെ ഉള്ളി സവോള റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സവോള റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത്യാവശ്യം സ്പൈസി വെക്കാമല്ലോ, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മസാല. ഇതെല്ലാം മസാല ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ മസാലയുടെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. സാധനം ഇടാൻ മറന്നുപോയി, ഉപ്പിടാൻ മറന്നുപോയി.
ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, നമുക്കിനി അപ്പം കൂടെ റെഡിയാക്കാം. അപ്പച്ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടായിട്ടില്ല. എൻ്റെ അപ്പത്തിൻ്റെ മാവ് കുളിക്കാനായിട്ട് ഓവനിൽ വെച്ച് കറക്റ്റായിരിക്കും. ചൂടായി കാണുമെന്ന് വിശ്വസിക്കാം. സൈഡിൽ പിടിക്കാൻ പറ്റുമോ നോക്കിയാണ്. റെഡിയായി കാണണം. നമ്മുടെ മസാല ഇൻഗ്രീഡിയൻസ് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഫ്ലെയിം കൂടിയിരുന്നോട്ടെ. അതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് ഗ്രേവി ആക്കണം, ഡ്രൈ ആവണ്ട. സോ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തെടുക്കാം, പക്ഷെ തേങ്ങാപ്പാൽ ഞാനിന്ന് യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് പ്ലെയിൻ ഗ്രേവി. വെള്ളം കൂടി പോകരുത്, തീരെ ലൂസായി പോവും. കുറച്ച് ഡ്രൈ, ഒരു സെമി ഡ്രൈ കറി ആയിട്ട് എടുക്കാം. അടി പോവില്ല. ഓക്കെ, അപ്പം റെഡിയായോ നോക്കാം. ഓ, ഫസ്റ്റ് അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അടുത്ത അപ്പം തൊട്ട് ഓക്കെ ആയി വരും എന്ന് വിശ്വസിക്കാം. ചൂടായി. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പ് അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ മുട്ട കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓ, ഇപ്പൊ താഴെ പോയേനെ. നമ്മുടെ അടുത്ത അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി അപ്പമാണ്. ഇപ്പം നമ്മുടെ അടിപൊളി മുട്ട കറി എഗ് മസാല റെഡി ആയിട്ടുണ്ട്. അപ്പവും റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ബൈ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.